ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്ന വീഡിയോ ഒരു ഫിക്ഷനാണ്, എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണ്. ഇത് നടന്ന സംഭവമായോ അല്ല നടക്കാൻ പോകുന്ന ഏതെങ്കിലും സംഭവമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ പറയട്ടെ. ഇതൊരു ഫിക്ഷൻ മാത്രമാണ്, ഒരു ഇലക്ഷൻ ഫിക്ഷൻ എന്ന് വേണം നിങ്ങൾ എടുത്തുള്ളൂ. ഇതിൽ സാങ്കല്പികമായിട്ട് ഞങ്ങൾ പത്തനംതിട്ട മണ്ഡലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് പത്തനംതിട്ട മണ്ഡലം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അതിന് 2-3 പ്രധാന കാരണങ്ങളുണ്ട്. BJP A+ മണ്ഡലമായിട്ട് എടുത്തിട്ടുള്ള 3-4 മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം, ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലം. അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാവ്, പ്രവർത്തക സമിതി അംഗമായ AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണിയാണെന്ന് നമുക്കെല്ലാം അറിയാം. BJPയുടെ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ സിറ്റിംഗ് MP 3 തവണ ജയിച്ച ആന്റോ ആന്റണി 4ാമത് മത്സരിക്കുന്നു. ഇപ്പൊ ഇവിടെ സാങ്കല്പിക ഫിക്ഷനകത്ത് മുതിർന്ന നേതാവ് എന്ന നിലയിൽ AK ആന്റണി എ ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്നിട്ടുള്ള, ഉമ്മൻചാണ്ടിക്കും ആന്റണിക്കും ഒപ്പം അടിയുറച്ചു നിന്നിട്ടുള്ള ആന്റോ ആന്റണി MP വിജയിപ്പിക്കാൻ പത്തനംതിട്ടയിൽ വരുന്നു എന്ന് സങ്കല്പിക്കുക, വോട്ട് ചോദിക്കാൻ ആന്റോ ആന്റണിക്ക് വേണ്ടി. അങ്ങനെ ഒരു സംഭവം നടന്നാൽ എങ്ങനെയിരിക്കും? എതിർപക്ഷത്താരാണ് NDA സ്ഥാനാർത്ഥി BJPയുടെ സ്വന്തം മകനായ അനിൽ K ആന്റണി. സീൻ 1 അത്. സീൻ 2, അനിൽ K ആന്റണിക്ക് വേണ്ടി BJPയിൽ അടുത്ത കാലത്ത് പിന്നീട് ചേർന്ന പത്മജ വേണുഗോപാൽ വോട്ട് പിടിക്കാൻ പത്തനംതിട്ടയിൽ വരുന്നു. അവരൊരു വേദി പങ്കിട്ടിട്ട് പത്മജ അനിൽ K ആന്റണിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. അതും സാങ്കല്പികം, അതും ഇലക്ഷൻ ഫിക്ഷനാണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് വേറെ യാഥാർത്ഥ്യങ്ങളോ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളാണ്. ഇനി നാളെ നടക്കുമെന്ന് ഞങ്ങൾക്ക് പറയുന്നില്ല. നടന്നാൽ നല്ല കാര്യം, അതായത് ഞങ്ങൾ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പം അതിങ്ങനെ നമുക്കത് ഊഹിക്കാം. AK ആന്റണി പത്തനംതിട്ടയിൽ വന്നു. അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് റോഡ് ഷോ ഒന്നും നടത്താൻ പറ്റില്ല. അദ്ദേഹം ഒരു ചടങ്ങിൽ ആന്റോ ആന്റണി സ്വന്തം ഗ്രൂപ്പിലെ സ്വന്തം ശിഷ്യന് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിക്കുന്ന ഒരു കാര്യം. ആന്റോ ആന്റണി എ ഗ്രൂപ്പാണ്. OC പോയ ശേഷം ചില കാര്യങ്ങൾ സംഭവിച്ചു. OC എൻ്റെ ഏറ്റവും വലിയ വലങ്കയായിരുന്നു. ചില കാര്യങ്ങൾ നമ്മുടെ പാർട്ടിയിൽ സംഭവിച്ചു. എന്നാലും ആന്റോ ആന്റണിയെ സ്നേഹിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പത്തനംതിട്ടയിലെ വോട്ടർമാർ ആന്റോയെ വിജയിപ്പിക്കണം. 3 തവണ വൻ ഭൂരിപക്ഷത്തിനാണ് നിങ്ങൾ ആന്റോയെ ജയിപ്പിച്ചത്. ഇനിയും അങ്ങനെ തന്നെ വേണം. പ്രായാധിക്യവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ഇത്തവണ റോഡ് ഷോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ചില കുറ്റികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. അവർ വെറും കുറ്റികളാണ്. അങ്ങനെ കണ്ടാൽ മതി. നമ്മൾ കുറ്റികളോട് ക്ഷമിക്കാറില്ലേ? അതുപോലെ അങ്ങ് ക്ഷമിച്ചാൽ മതി. കുറ്റികൾ വീട്ടിൽ തെറ്റ് ചെയ്താലും ചിലപ്പോൾ നമ്മൾ രണ്ടടി കൊടുക്കും, 2 തല്ല് കൊടുക്കും. പിന്നെ നമ്മൾ കുറ്റികളെ അടുത്ത് നിർത്തി നമ്മൾ സ്നേഹത്തോടെ പെരുമാറുമല്ല. അപ്പോൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അത് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വരാം. ചില കുട്ടികൾ കുറെ കഴിയുമ്പോൾ അവര് ചിലപ്പോൾ തിരിച്ചു വന്നിരിക്കാം, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾ. ഇനി അഥവാ അവർ വന്നില്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ആ കുട്ടികളുടെ അടുത്തേക്ക് അങ്ങ് പോകണം. അവരുടെ വീട്ടിലേക്ക്, ഒരു വീട് വെച്ച് താമസിക്കുന്നത്, അവിടേക്ക് അങ്ങ് പോകണം. അപ്പോൾ എന്തായി, അവിടെ കുട്ടികളും നമ്മളും എല്ലാം കൂടെ വളരെ ഒരുമിച്ച് സുഖമായി പിന്നെ ജീവിക്കാം. അത്രയേ ഉള്ളൂ ഇതിനകത്ത് വിഷയം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആന്റോ ആന്റണിയെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി പത്മജ അനിൽ K ആന്റണിയുമായിട്ട് വേദി പങ്കിടുന്ന പത്മജയുടെ ഒരു പ്രസംഗം.
ഞാൻ ഈ BJP-യിൽ ചേർന്നതിനെ കുറിച്ച് ചിലതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛൻ ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പറ്റി എന്ത് പറയുമായിരുന്നു എന്നൊക്കെ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടാ. പണ്ട് അച്ഛനിട്ട് നല്ലനാന്ത്ര പാരകൾ വെച്ചവരാണ് ഇവരെന്നുള്ളത് നമുക്കറിയാം. അച്ഛനിട്ട് എന്തൊക്കെ പാരകളാണ് ഇവർ വെച്ചതെന്ന് നമുക്കറിയാം. ഞാൻ പറയാതെ പേരുകൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ ചാരക്കേസിൽ നിരപരാധിയായ എൻ്റെ അച്ഛനെ കുടുക്കിയത് ആരാണ്? ഒന്ന് ഓർത്ത് നോക്കുക. CPM BJP ഒന്നും അല്ല അച്ഛനെ ചാരക്കേസിൽ ഇല്ലാത്ത കേസിൽ കുടുക്കിയത്. ഈ പ്രസ്ഥാനത്തെ ഈ കോൺഗ്രസിനെ വളർത്തിയെടുത്ത അച്ഛനെ പാരപെടുന്നത് ചില കോൺഗ്രസ്സുകാർ തന്നെയല്ലേ. ആരൊക്കെയാന്ന് നമുക്കറിയാമല്ലോ. അനിൽ ആന്റണിക്കും അതൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ സ്വന്തം പിതാവിൻ്റെ രാഷ്ട്രീയം തള്ളിപ്പറഞ്ഞ് അനിൽ BJP-യിൽ ചേർന്നത്. ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയായില്ലേ. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ മുരളിയേട്ടന്റെ കൈപ്പിടിയിൽ ഇരിക്കേണ്ടതായിരുന്നു. അച്ഛനെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു. മുരളിയേട്ടൻ ചില നേരങ്ങളിൽ കാട്ടിക്കുട്ടിയ മണ്ടത്തരങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ ആണ് ഈ ഗതികേട് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും സുധാകരനും ഒന്നും കോൺഗ്രസിൽ മുറുക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. മുരളിയേട്ടൻ്റെ കയ്യിൽ കടിഞ്ഞാൻ, കോൺഗ്രസിൻ്റെ കേരളത്തിലെ കടിഞ്ഞാൻ ഭദ്രമായിട്ട് ഇരുന്നേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാണ്ടായി. ഈ ലോക്സഭ ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ രണ്ടിലൊന്ന് തീരുമാനമാകും. പെങ്ങൾ എന്ന നിലയിൽ ഞാൻ നേരത്തെ BJP-യിലേക്ക് പോന്നു. മുരളിയേട്ടന് ഏത് നിമിഷവും ഈ വാതിൽ തുറന്നു തന്നെ കിടക്കും എന്ന് ഞാൻ ഉറപ്പു തരും. അത് ഓർമ്മിപ്പിക്കട്ടെ. തൃശ്ശൂരിൽ ഇക്കുറി തോറ്റാലും വിഷമിക്കേണ്ടതില്ല. മുരളിയേട്ടന് BJP-യിൽ അർഹമായത് ലഭിക്കും. നാളെ വന്നാലും. മുരളിയേട്ടൻ എന്നെ ഒത്തിരി ചീത്ത വിളിച്ചു അടുത്ത കാലത്ത് ഞാൻ BJP ചേർന്നതിന്. ഞാനതൊന്നും കാര്യമായി എടുക്കുന്നില്ല. മുരളിയേട്ടൻ കൂടി BJP-യിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഞാൻ വോട്ട് പിടിക്കും. മുരളിയേട്ടൻ അറിയാമല്ലോ രാഷ്ട്രീയം സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാനിപ്പോൾ BJP-കാരിയാണ്. തൃശ്ശൂരിൽ പ്രചരണത്തിന് ഇറങ്ങാതെ പറ്റില്ലല്ലോ സുരേഷ് ഗോപിക്ക് വേണ്ടി. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിക്കേണ്ടി വരും. മുരളിയേട്ടന് വോട്ട് നൽകരുതെന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയാമല്ലോ. ചേട്ടൻ ശൈലജ ടീച്ചറെ പേടിച്ച് വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരേണ്ടിയിരുന്നില്ല. ഒരു ദുരന്തം കൺമുന്നിൽ കാണേണ്ടി വരുന്നല്ലോ എന്നാണ് എൻ്റെ വിധി. എന്ത് ചെയ്യാം? ഇനി വാൽകഷ്ണം. ചൊറിയൻ ഫിലിപ്പിൻ്റെ പുതിയൊരു വാൽകഷ്ണം വന്നിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തെളിയിച്ചുകൊണ്ട് ഏറ്റവും പുതിയത് അതിതാണ്. പത്മജ വേണുഗോപാലിനും അനിൽ കെ ആന്റണിക്കും ഞാൻ ചെയ്തതുപോലെ കോൺഗ്രസിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ചിരിക്കാതെ എന്താ പറയുക, ആവർത്തിക്കുന്നില്ല, മനസ്സിലായല്ലോ. ഒരു ഡയലോഗ് കൂടി. ഇന്ന് നമ്മളെ ഏറെ ബഹുമാനിക്കുന്ന BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, വളരെ മാന്യനായ രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം CK പത്മനാഭൻ അങ്ങ് വടക്ക് കാസർഗോഡ് ഒരു പ്രചരണ യോഗം BJP-യുടെ നടക്കുന്നത് ഉദ്ഘാടനം ചെയ്യാൻ ചെന്നത് പത്മജ വേണുഗോപാലാണ്. പുതിയ BJP-യിലേക്ക് വന്ന കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാൽ. അതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വേദിയിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ എഴുന്നേറ്റില്ല. പിന്നെ പത്മജയുടെ പ്രസംഗത്തിനോടായപ്പോൾ അദ്ദേഹം വേദി വിട്ട് ഇറങ്ങിപ്പോയി. CK പത്മനാഭൻ മാന്യനായ രാഷ്ട്രീയക്കാരാണ് BJP-യിലെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം വലിയൊരു കോട്ടാണ്, ഇന്നത്തെ കോട്ടാണ്. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നമ്മൾ BJP പറയുന്നു, മനസ്സിലാവും. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, BJP ഭരിക്കുന്ന ഭാരതം, കോൺഗ്രസ് മുക്ത ഭാരതം. ഇനി കോൺഗ്രസ് മുക്ത BJP എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിക്കേണ്ടി വരുമോ എന്നാണ് എൻ്റെ പേടി. അതിലെ സർക്കാസം, തമാശയും അതിൻ്റെ അകത്തെ കാര്യവും മനസ്സിലായല്ലോ. കോൺഗ്രസ് മുക്ത BJP എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ ഉണ്ടാകുക. കാരണം അടപടലം കോൺഗ്രസിൽ നിന്നെല്ലാം BJP-യിലേക്ക് വരികയാണ്.
കേരളത്തിൽ ഉൾപ്പെടെ. അപ്പൊ ഇനി കോൺഗ്രസ് മുക്ത BJP എന്ന് പറഞ്ഞൊരു അടുത്തൊരു ഫൈറ്റ് നമ്മൾ രാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടി വരും. കാരണം അതിന് കോൺഗ്രസ്സുകാർ തന്നെയാണ് പിന്നെ കോൺഗ്രസ് മുക്ത BJP എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് CK പത്മനാഭൻ പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഇലക്ഷൻ ഫിക്ഷൻ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കും.